Hi guys, welcome back to yet another episode of Old School Boys podcast. അതെനിക്ക് ആ ഫ്ലോ വരുന്നില്ല. മസിൽ മെമ്മറി അപ്പോൾ നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ജെൻസിയെ കുറിച്ചാണ്. ജെൻസിയെ കുറിച്ചും നേപ്പാളിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഈ ജെൻസി വൈബ്സിൽ ഹാഷ് ബോക്സിന്റെ ഓഫർ ഇപ്പോഴും ഓൺ ആണ്. അതെ അതെ, ഇപ്പോഴും ഇവിടെ കാണിക്കുന്ന ആ ഓഫറുകൾ ഇപ്പോഴും ഉണ്ട്, ഇവിടെ കാണിക്കുമല്ലോ. ഇപ്പോഴും എല്ലാവരും കഴിഞ്ഞ പോഡ്കാസ്റ്റിൽ ആഷിമ വന്ന നമ്മുടെ പോഡ്കാസ്റ്റ് കേട്ടിട്ട് ഒരുപാട് പേര് ഓർഡർ എടുത്തെന്ന് പറഞ്ഞു. അതിൽ നമുക്ക് നല്ല രീതിയിൽ അതെ അതെ കൃതാർത്ഥനാണ്, നമുക്ക് നല്ല അഭിമാനമുണ്ട്. അപ്പോഴതിന്റെ അപ്പോൾ നിങ്ങൾ വാങ്ങിയവർ എങ്ങനെയുണ്ട്, സാധനം എങ്ങനെ ഉണ്ടെന്നും കൂടെ പറയാം അല്ലേ അല്ലേ. അപ്പോൾ വാങ്ങാത്തവർ ചെക്ക്ഔട്ട് ചെയ്യുക, നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ സാധനം ഇട്ടേക്കാം. അപ്പോൾ ബാക്ക് ടു ദ ടോപ്പിക്. അപ്പോൾ നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് ജെൻസി നേപ്പാളിൽ കാണിക്കുന്നത് എന്ത്. 2K കിഡ്സ് ഭയങ്കര പ്രശ്നമായിട്ട് വരുന്നു ഗൈസ്. നേപ്പാള് കത്തിക്കുകയാണല്ലേ. നീ പോയി കണ്ട നേപ്പാളൊക്കെ ഇനി കാണോ? ഇനി കാണാൻ ചാൻസ് അല്ല. ഇനി നീ കണ്ട പാർലമെന്റ് ഇനി അവിടെ ഉണ്ടാവും. പാർലമെന്റ് ഒക്കെ ഇനി കാണുമോ? കാഠ്മണ്ഡു ഒക്കെ നിന്ന് കത്തുന്നു. അതെ അതെ, ഇനി കാണോ? അല്ല, എനിക്ക് തോന്നുന്നു ഈ ഗവൺമെന്റ് ഓഫീസുകളാണ് കൂടുതൽ അവർ ഫോക്കസ് ചെയ്യുന്നത്. അവിടെ പിൽഗ്രിമേജ് സാധനങ്ങളൊക്കെ ഇല്ല, അതും അതിനൊന്നും അങ്ങനെ ചെയ്യുമെന്ന് തോന്നണില്ല. ഡിസ്ട്രോയ് ആയി എന്ന് കേൾക്കും. അതായി പിന്നെ ഒരു 5-star ഹോട്ടൽ കത്തിച്ച് ഹിൽട്ടന്റെ. അല്ല, മെയിൻ ആയിട്ട് അവര് ഗവൺമെന്റ് ഓഫീസുകളാണ് ഫോക്കസ് ചെയ്യുന്നത്. ഈ അവരുടെ മറ്റേ ഹിസ്റ്റോറിക് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ തൊടുമെന്ന് എനിക്ക് തോന്നണില്ല. കാര്യം അതൊന്നും പറയാൻ നോക്കൂല. അതാണ് അവരുടെ ഒരു എന്താണ്, നീയാണ് അവിടെ തീരുമാനിക്കുന്നത്. അതാണ് അവരുടെ ഒരു ഇതെന്ന് പറഞ്ഞു. അതാണ് അവരുടെ ഒരു അന്നം, എന്താ ടൂറിസത്തിന്റെ. അതാണ് അവിടെ മെയിൻ. മോബിന് അതൊന്നുമില്ല, ഏതാണ് അത് അതാണ് ഇത് ഒന്നുമില്ല. അല്ല, ഇതിപ്പോ ജെൻസി ഈ ഒരു റെവല്യൂഷൻ എന്ന് പറഞ്ഞ സാധനമുണ്ട്. ഇതിന്റെ ഒരു മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെവല്യൂഷൻ നടത്താൻ നല്ല രസമുണ്ട്, പക്ഷെ അടുത്തത് ഈ റെവല്യൂഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താണ് എന്നുള്ളതിന് ആർക്കും ഒരു എത്തും പിടിയില്ല. ഇല്ലെങ്കിൽ അതിന് പ്രോപ്പർ ആയിട്ട് ഒരു സാധനം വേണം. പണ്ട് ഈ മാവോ സേതുവും ചെയ്തതുപോലെയോ അല്ലെങ്കിൽ മറ്റേ ലെനിൻ ചെയ്തതുപോലെയൊക്കെ ഒരു പ്രോപ്പർ ഐഡിയ പ്ലാനോട് കൂടി ഇത് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ഇയാളാണ് ഭരിക്കാൻ പോണത്, അങ്ങനെ ഒരു സാധനമൊക്കെ വേണം. ഇതിപ്പോ അവർക്കും ഒരു ഐഡിയ ഉണ്ടെന്ന് തോന്നുന്നില്ല. ഇനി ആരാണ് ഭരിക്കേണ്ടത്, ഇനി ആരാണ് ഇത് ചെയ്യേണ്ടത്, അടുത്ത എന്താണ് പ്ലാൻ. അവര് ഇത് ഇങ്ങനെ കത്തിക്കുന്നു, സാധനം അവിടെ കത്തിക്കുന്നു, ഇവിടെ കത്തിക്കുന്നു, 5-star ഹോട്ടൽ കത്തിക്കുന്നു. സംഭവം എന്ന് പറഞ്ഞാൽ അവര് റിസോഴ്സസ് ചെയ്യുന്ന അവര് കത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഒരു മൂല കാരണം എന്താണെന്നുള്ളത് പറഞ്ഞു തുടങ്ങാം. അതിന്റെ പ്രശ്നം എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയ ബാൻ. അതെ അതെ, അതാണ് ട്രിഗറിംഗ് പോയിന്റ്. അപ്പോൾ സോഷ്യൽ മീഡിയ ഇപ്പം വീഡിയോസിലൊക്കെ കാണുമ്പോൾ ഇങ്ങനെ മറ്റേ അവരെ ഫിനാൻസ് മിനിസ്റ്ററിനെ ചവിട്ടുന്നു, ഓട്ടിച്ചിട്ട് ചവിട്ടുന്നു. പിന്നെ നേരത്തെ പ്രൈം മിനിസ്റ്ററിന്റെ ഭാര്യനെ മറ്റേ വീട്ടിലിട്ട് ചുട്ട് കത്തിച്ച് വീട് മരിച്ചെന്നാണ് പറയുന്നത്. ചിലര് പറയുന്നു അവർക്ക് മരിച്ചില്ല, അവര് ആശുപത്രിയിലാണെന്ന് പറയുന്നത്, മരിച്ചെന്നും പറയുന്നു. അപ്പൊ അത് ഭയങ്കര ഒരു ഹൊറിഫിക് രീതിയിലാണ് കാര്യങ്ങൾ പോണത്. കാരണം ഒരാളെയൊക്കെ അടിക്കുന്നതൊക്കെ കണ്ടാലേ അറിയാം, അവര് ഒരു മോബ് മെന്റാലിറ്റിയിലാണ് അടിക്കുന്നത്. അവർക്കൊരു പ്രോപ്പർ സ്ട്രക്ചർ ഒന്നുമില്ല. ചിലരാണെങ്കിൽ ഇപ്പം ഹൈ ഒഫീഷ്യൽസ് ഒക്കെ ആണെങ്കിൽ അവർ പിടിച്ചുകൊണ്ട് പോകും. ഇത് കുറ്റവാളി എന്നുള്ള രീതിയിൽ പിടിച്ചുകൊണ്ട് പോകുക എന്നുള്ളതല്ല. ഇത് പക്ഷേ മോബ് അറ്റാക്കാണ്. ഒരു വലിയൊരു കൂട്ടം വന്ന് അടിച്ച് ഇത് ചെയ്യുക എന്നുള്ളത്, താറുമാറാക്കുക എന്നുള്ളത്. പണ്ട് അമേരിക്ക ഇൻവേഷൻ നടത്തിയ മറ്റേ ലിബിയയില് ഗദ്ദാഫിയൊക്കെ മരിച്ചതും ഇങ്ങനെ അവിടുത്തെ മോബ് അറ്റാക്കിലൊക്കെ വന്നിട്ടാണ് ഇടിച്ചു കൊന്നത്. അപ്പം മോബ് ഇപ്പൊ ഈ റെവല്യൂഷൻ എന്നൊക്കെ പറയുന്നത് നല്ല സാധനമാണ്, പക്ഷെ അതിനൊരു പ്രോപ്പർ ഇതൊന്നും ഇല്ല, ഒരു ലീഡറോ ഇല്ലെങ്കിൽ അത് ഒരു പെർട്ടിക്കുലർ ഐഡിയോളജി ഇല്ല, ഒരു പെർട്ടിക്കുലർ സംഭവം ഒന്നും ഇല്ലാണ്ട് ഒരു റെവല്യൂഷൻ എന്ന് പറയുമ്പോൾ അറിഞ്ഞൂടാ എന്താണ് സംഭവിക്കാൻ. മെയിൻ ഉദ്ദേശം മെയിൻ ഒരു റീസൺ എന്ന് പറയുന്നത് ഈ അഴിമതിയുടെ ഒരു സംഭവമാണ്. അത് കാരണമാണ് അവർ ഈ ഒരു ഇതിന് ഇറങ്ങിയെന്നാണ് പറയുന്നത്. പിന്നെ ഈ സോഷ്യൽ മീഡിയ ബാനും അതിന്റെ കൂട്ടത്തിൽ വരുന്നുണ്ട്. സോഷ്യൽ മീഡിയ ബാനാണ് ട്രിഗറിംഗ് പോയിന്റ്. മുന്നത്തെ റീസൺസ് എന്ന് പറയുന്നത് ഈ അഴിമതി, പിന്നെ ഇവരുടെ ടാക്സ് മണി കൊണ്ട് അവരുടെ മക്കള് സുഖലോലുപരായിട്ട് ജീവിക്കുന്നു, മക്കൾ രാഷ്ട്രീയം, നെപ്പോ കിഡ്സ്. അവര് നല്ല ഭയങ്കര വലിയ ലക്ഷറി ലൈഫ്, അവർ ലക്ഷറി കാറ്. അപ്പോഴും ഇവിടെ ഈ നേപ്പാളിലാണ് ഈ ദാരിദ്ര്യം. നേപ്പാളിൽ അവിടെ തന്നെ ജോലിയില്ല, അവിടെ റിസോഴ്സസ് ഇല്ല. അപ്പോഴേ ഒരുപാട് പേര് പുറത്തുള്ള രാജ്യത്ത് പോയി പണികളാണ് ചെയ്യുന്നത്. ഇതൊക്കെ കണ്ടപ്പം അവിടെ ഉള്ള മറ്റേ മന്ത്രിമാരെ മക്കളൊക്കെ ഭയങ്കര സൂചിച്ചു കിടക്കണം. അതിനെതിരെ മറ്റേ
ഹാഷ്ടാഗും കാര്യങ്ങളൊക്കെ ചെയ്തപ്പോഴും അത് എനിക്ക് തോന്നുന്നത് അത് ഇവർക്ക് അറിയായിരിക്കും ഇതൊരു റവല്യൂഷനിലോട്ടാണ് പോകുന്നതെന്ന്. ചിലപ്പോ ഇവർക്ക് ഒരു റിപ്പോർട്ട്, ഇന്റലിജൻസ് റിപ്പോർട്ട്, എനിക്ക് തോന്നുന്നു എന്റെ ഒരു അറിവ് വെച്ചിട്ട് ഇവര് ഈ സോഷ്യൽ മീഡിയ ബാൻ എന്ന് പറഞ്ഞ സാധനം വന്നതിന് ശേഷം ഒരു പ്രൊട്ടസ്റ്റ് നടത്തി. ആൾക്കാർ പിള്ളേരെല്ലാരും കൂടെ ചേർന്ന് ഒരു പ്രൊട്ടസ്റ്റ് നടത്തിയപ്പോൾ ആ പ്രൊട്ടസ്റ്റ് അടിച്ചമർത്താൻ നോക്കി. ഇങ്ങനെ ഒരു വയലന്റ് ആയിട്ട് തന്നെ അടിച്ചമർത്താൻ നോക്കി. മറ്റേ ഓലി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പ്രൈം മിനിസ്റ്റർ. അപ്പൊ പുള്ളി ഇങ്ങനെ അടിച്ചമർത്താൻ നോക്കിയപ്പോഴാണ് 19 പേരെ കൊണ്ട് മരിച്ചു. അതിനുശേഷമാണ് വയലന്റ് ആയത്. ആൾക്കാരും വയലന്റ് ആയി. ഒരു കണ്ണി കാണുന്ന അത്രയും തീയിടാൻ തുടങ്ങി. പിന്നെയാണ് ഈ പോലീസിനെതിരെയൊക്കെ ഇവര് മറ്റേ ആക്രമണം തുടങ്ങിയത്, മറ്റേ പാർലമെന്റ് കത്തിച്ചതും അങ്ങനത്തെ തീയിടൽ. സുപ്രീം കോർട്ട് കത്തിക്കുക, പാർലമെന്റ് കത്തിക്കുക എന്നൊക്കെ പറയുന്നത് അത് ഈ ഒരു ഇതിന് ശേഷമാണ്. ഈ ഒരു അവര് പ്രൊട്ടസ്റ്റിന് ഇവര് അടിച്ചമർത്താൻ നോക്കിയ സമയത്ത് ഈ ആൾക്കാർ മരിച്ചതും കൂടെ ട്രിഗർ ആയിട്ടാണ് ഇവര് കുറച്ച് വയലന്റ് ആയത്. ഇപ്പം നമ്മള് ഒരു ഫോറിൻ വ്ളോഗറില്ലേ, അതിന്റെ വ്ളോഗ് കേയോസ് ആണ് കണ്ട, UK-യിലുള്ള പുള്ളിക്കാരന്റെ ആ ഒരു സാധനം കാണുമ്പോഴും കേയോസ് ഉണ്ടെങ്കിലും അവിടുത്തുള്ള ആൾക്കാർ അത്രയും വയലന്റ് അല്ല, ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടും. അല്ലടാ ഇത് ഇപ്പം ഈ ഇങ്ങനത്തെ ഒരു മറ്റേ ശ്രീലങ്കയിൽ നടന്നപ്പം അവര് മറ്റേ പ്രസിഡന്റിന്റെ റെസിഡൻസിയിലൊക്കെ കേറിയിട്ട് അവിടെ പിന്നെ മറ്റേ ബംഗ്ലാദേശിലും ഇതേപോലെ നടന്നപ്പോഴും മറ്റേ പുള്ളിക്കാരുടെ ഇന്നർ വെയർ വരെ അവന്മാര് മറ്റേ ഇങ്ങനെ തൂക്കി ഇറങ്ങി അങ്ങനത്തെ ഒരു രീതിയിലാണ് അവർക്കൊരു ആഘോഷം പോലത്തെ ഒരു രീതിയിലാണ്. അതേ സാധനം തന്നെ ഇവിടെ നടന്നത്. അപ്പൊ അത് ഇവര് എനിക്ക് അറിഞ്ഞൂടാ ഇതിന്റെ ഫ്യൂച്ചർ എന്താവും എന്നുള്ളത് അറിയത്തില്ല. കാര്യം ഇപ്പം ഇതിപ്പോ വേറെ ഏതെങ്കിലും ഒരു എക്സ്റ്റേണൽ പവർ ആണോ ഇത് ചെയ്യിപ്പിക്കുന്നത് ഒന്നും അറിയില്ല. എന്തായാലും അവിടെ ഇപ്പം മറ്റേ അവരെല്ലാരും രാജിവെച്ച് രക്ഷപ്പെട്ടിട്ടുണ്ട്, വിട്ടു പോയെന്നൊക്കെയാണ് മനസ്സിലായി. അല്ല അപ്പൊ ഇത് നടക്കാനുണ്ടായ സംഭവം ഉണ്ടല്ലോ, ഈ ജെൻസിയും സോഷ്യൽ മീഡിയയും തമ്മിലുള്ള ബന്ധം, അതെന്ത് തോന്നുന്നു? എനിക്ക് തോന്നുന്നു ജെൻസി എന്ന് പറയുമ്പോ അവര് കൊച്ചിലെ തൊട്ട് ഇതെല്ലാം യൂസ് ചെയ്ത് അതുമായിട്ട് ഇടപഴകി ജീവിക്കുന്നവരല്ലേ. അപ്പൊ പെട്ടെന്ന് ഒരു ദിവസം ഇതെല്ലാം ഇല്ലാന്ന് കേൾക്കുമ്പം ഒരു ബുദ്ധിമുട്ട് വരാൻ ചാൻസ് ഉണ്ട്. നമ്മള് ഡേ ടു ഡേ ലൈഫിൽ നമ്മള് എന്നും ഉപയോഗിക്കുന്ന ആപ്പുകളാണ് ഇൻസ്റ്റാഗ്രാം, വാട്സാപ്പ് എന്ന് പറയുമ്പോൾ അത് ഭയങ്കര നമ്മൾ സംസാരിക്കുന്ന എല്ലാവരും ഉള്ള ഒരു സാധനമാണ്. ഇപ്പൊ സംസാരിക്കണ മാത്രമല്ല, ഏത് രാജ്യത്തുണ്ടെങ്കിലും നമുക്ക് വിളിച്ച് സംസാരിക്കാനും വീഡിയോ കോൾ ചെയ്യാനും കമ്മ്യൂണിക്കേഷനും കൂടെ ആയിരിക്കും. അതില്ല. പിന്നെ ബാക്കി 26 എന്ന് പറയുമ്പോൾ ഏകദേശം കമ്മ്യൂണിക്കേഷനും പോയി, എന്റർടൈൻമെന്റും ഏകദേശം എല്ലാം പോയി. ഈ റീൽസും ഷോർട്സും ഒന്നും ഇല്ലാതെ ഇരിക്കുന്ന കാര്യം കുറച്ച് ബുദ്ധിമുട്ടാണ്. ഉല്ലാസിനെ നോട്ട് ചെയ്യുക, റീൽസ് ഷോർട്സ് ഇല്ലാത്തത് കൊണ്ടാണ് നിങ്ങൾ പ്രക്ഷോഭത്തിന് ഇറങ്ങിയത്. ഞാൻ പറഞ്ഞത് ചിലപ്പോ അതൊക്കെ ആവാം അവർക്ക്. അല്ല പക്ഷെ ഇപ്പം ഒരു അൺഎംപ്ലോയിഡ് ആയിട്ടുള്ള ഒരു രാജ്യത്ത്, വളരെ വിരസമായിട്ടുള്ള ഒരു രാജ്യത്ത് ഇതൊക്കെ കൊടുത്ത് അവരുടെ ഒരു പ്രക്ഷോഭത്തിന് ഇറങ്ങാതിരിക്കാനുള്ള ഒരു സാധനം കൂടെയാണ് ഈ ഒരു സംഭവം. ഈ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ഇപ്പൊ നമ്മുടെ നാട്ടിൽ തന്നെ ഈ സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന ഒരു സാധനം ഇല്ലായിരുന്നെങ്കിൽ, അതിന്റെ ആ ഒരു ഇൻഫ്ലുവൻസ് കുറഞ്ഞിരുന്നെങ്കിൽ കുറെ കാര്യങ്ങളിൽ ഇവിടുത്തെ ആൾക്കാരൊക്കെ ഇറങ്ങത്തില്ലായിരുന്നു. ഇപ്പം പെട്രോളിന്റെ അങ്ങനത്തെ ഇപ്പൊ E20 എന്നൊരു സാധനം ഒരു ഫോഴ്സ്ഡ് പോലെയാണ് തരുന്നത്, നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ല. അപ്പൊ അങ്ങനത്തെ സാധനത്തിനൊക്കെ ഇപ്പം പണ്ടൊക്കെ ആയിരുന്നു നമ്മള് ഇപ്പം അമ്മാവനിസം പറയണല്ലോ, പണ്ടൊക്കെ ആയിരുന്നെങ്കിൽ ഇറങ്ങുമായിരുന്നു ആൾക്കാർ. പണ്ട് ഇപ്പം ഒരു പെട്രോളിന് 1 രൂപ 2 രൂപ എടുത്താൽ അടുത്ത ദിവസം ഹർത്താലാണ്, അടുത്ത ദിവസം ബന്ദാണ്, ഭാരത് ബന്ധോ എന്തെങ്കിലും ആയിരിക്കും ഒരു ദിവസം കൂടി. ഇപ്പം നമുക്ക് പെട്രോളിന് വില കൂടണ അറിയുന്നില്ല. ഇങ്ങനത്തെ ഒരു സാധനങ്ങൾ വന്നപ്പോ ആൾക്കാരങ്ങ് നോർമലൈസ് ആയി. ഇത് ഈ ഒരു സാധനം പണ്ടത്തെ പോലത്തെ ഇതില്ല, പ്രശ്നമില്ല. പണ്ടത്തെ പോലെ റിയാക്ട് ചെയ്യുന്ന ഒരു ക്രൗഡ് അല്ല. അവരെയൊക്കെ ആ ഒരു റിയാക്ഷൻ കുറച്ചതും ഈ സോഷ്യൽ മീഡിയ ഒക്കെ കൂടെയാണ്. അപ്പൊ ആ ഒരു സാധനം പെട്ടെന്ന് ഇല്ലാതായപ്പോ അവരുടെ റിയാലിറ്റി സ്ട്രൈക്ക് ചെയ്തതാണ്. അപ്പോഴായിരിക്കും ഇറങ്ങിയത് ആൾക്കാർ. അതും ആവാൻ ചാൻസ് ഉണ്ട്. കാരണം വേറൊന്നും ഇല്ലല്ലോ, നമുക്ക് ഒരു എക്സ്പ്രഷൻ നടത്താൻ ഉണ്ടായിരുന്നത് ഇങ്ങനെ അവരെ പറ്റി പറയാനുള്ള, അവരുടെ സത്യങ്ങൾ പറയാൻ പറ്റുന്ന ഒരു സ്ഥലം. അതും കൂടെ ഇല്ലാണ്ടായപ്പോ ഇറങ്ങിയതായിരിക്കാം. ഇപ്പൊ കൂട്ടത്തിൽ കുറച്ച് വയസ്സ് ഡിഫറൻസ് ഉള്ള ഇവന് മാത്രമേ ഉള്ളൂ. സാധാരണഗതിയിൽ ഇങ്ങനെ പറയണതല്ല.
കുറച്ച് പ്രായം കുറവിന് മാത്രമേ ഉള്ളൂ. അപ്പോഴേ ഇവനെ അതിനെ കുറിച്ച് കൂടുതൽ ആധികാരികമായിട്ട് സംസാരിക്കാൻ ഉല്ലാസിനെ കൊണ്ടേ പറ്റുള്ളൂ, സാധിക്കുള്ളൂ. അതുകൊണ്ട് നമുക്ക് ഉല്ലാസിന്റെ ഒരു 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 അഭിപ്രായം തേടാം. ട്രാപ്പാണ്. അല്ല നീ ഇപ്പൊ ജെൻസിയാണെന്ന് പറയുന്നില്ല, ജെൻസിയുടെ അടുത്തെത്തുന്ന ഒരാളാണ്. 1996 ശേഷമുള്ളവര്. അതാ പറഞ്ഞു, ജെൻസിയുടെ അടുത്തെത്തുന്ന ഒരു സാധനമാണല്ലോ. അപ്പൊ എനിക്ക് എന്ത് തോന്നുന്നു? അതെ, എനിക്ക് തോന്നുന്നത് ഇത് തന്നെയാണ്. ഈ പറയുന്ന കണക്ക് അവരുടെ കൊച്ചിലെ തൊട്ട് അവര് കണ്ടുവരുന്ന ഒരു സാധനം നിർത്തിയതാണ്. പിന്നെ നേപ്പാൾ എന്ന് പറയുന്നത് ഈ ടൂറിസവുമായിട്ട് ബന്ധപ്പെട്ട് ഉള്ള ഒരു സ്ഥലമാണ്. അപ്പം ഈ സോഷ്യൽ മീഡിയ ഒക്കെയാണ് ഈ ടൂറിസത്തിനെ മാക്സിമം പ്രൊമോട്ട് ചെയ്യുന്നത്. അപ്പം ടൂറിസത്തിനെ ഇത് ബാധിക്കുന്ന ഒരു സാധനമാണ്. ഈ ടൂറിസമാണ് അവിടെ ഉള്ളവരുടെ ഒരു മെയിൻ ഇൻകം എന്ന് പറയുന്നത്. അവിടെ എന്ന് വെച്ചാൽ ഞാൻ പോയി കണ്ടിട്ടുള്ളത് വെച്ചിട്ട് ടൂറിസമാണ് അവിടുത്തെ മെയിൻ ഇൻകം. കാര്യം ഒരുപാട് ഫോറിനേഴ്സ് വരുന്നതും ഇന്ത്യയിൽ നിന്നും കുറെ പേര് എപ്പോഴും അവിടെ ഉള്ള ഒരു സ്ഥലമാണ്. അപ്പോഴും പ്രൊമോട്ട് ചെയ്യുന്നത് കൂടുതലും ഈ ഇൻസ്റ്റാഗ്രാമും യൂട്യൂബ് വഴിയൊക്കെ തന്നെയാണ് ഇവര് അവരുടെ ഒരു ജോലിയും ഇതുമായിട്ട് ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നവർ ഒരുപാട് പേര് അവിടെ ഉണ്ട്. അപ്പം അങ്ങനെ അവരുടെ ഒരു ഡെയിലി ലൈഫിനെ ബാധിക്കുന്ന ഒരു സംഭവമാണല്ലോ ഈ സോഷ്യൽ മീഡിയ ബാൻ എന്ന് പറയുന്നത്. അതിപ്പം പെട്ടെന്നും കൂടെ ഒരു സംഭവം പറഞ്ഞ ഈ ഉടനടി അങ്ങ് 26 അങ്ങ് പെട്ടെന്ന് അങ്ങ് നിർത്തിയാണ്. നമുക്കിപ്പം ആ ടൈമിൽ ടിക്ടോക്ക് നിർത്തിയെങ്കിലും ഒരു ആപ്ലിക്കേഷനെ നിർത്തിയോളൂ. അതിന്റെ ഒരു കുഴപ്പം, ബാക്കിയെല്ലാം അവിടെ ഉണ്ടല്ലോ. ഇത് ഒറ്റയടിക്ക് എല്ലാം കൂടെ അങ്ങ് നിർത്തി തരുമ്പോഴ് അതൊരു ഡെമോക്രാറ്റിക് ആയിട്ടുള്ള രീതിയിലല്ല, അവരങ്ങ് തീരുമാനിച്ചു നിർത്തി. അതിന് അവര് റീസൺ പറയുന്നുണ്ട്. അവര് മറ്റേ ഗവൺമെന്റുമായിട്ട് രജിസ്റ്റർ ചെയ്യണമെന്ന് ഇവരുമായിട്ട് നോട്ടീസ് അയച്ചിട്ടുണ്ടായിരുന്നു പറയുന്നത്. അത് ചെയ്യാത്തോണ്ടാണ് ചെയ്യുന്നതെന്ന് പറയുന്നത്. ഇതുമായിട്ട് അത്രയും പക്ഷെ അത് അവർക്ക് അങ്ങനെ ഇപ്പം ചൈനയോ ഇന്ത്യയോ ഒക്കെ ആണെങ്കിൽ അത്രയും പവർ ഉണ്ടായിരിക്കും ഈ സോഷ്യൽ മീഡിയയുടെ അടുത്ത് പറയാനുള്ള ഒരു പവർ. കാര്യം അവർക്ക് അത്രയും കൺസ്യൂമേഴ്സ് ഒക്കെ ഇവിടെ ഉണ്ട്. നേപ്പാളില് അങ്ങനെ പറയാൻ ഇതില്ലെങ്കിൽ അവര് കുറച്ചുകൂടെ ഒരു ഡിപ്ലോമാറ്റിക് ആയിട്ട് ഇതിനെ ചെയ്തില്ല. അതുകൊണ്ടായിരിക്കും അത്രേ ഉള്ളൂ. നേപ്പാളിൽ അതിന് മാത്രം കൺസ്യൂമേഴ്സ് അല്ലേ ഉള്ളൂ. ഇന്ത്യ ആണെങ്കിൽ അവരൊന്ന് എന്തെങ്കിലും ഒരു പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡിമാൻഡ് ഉണ്ട്. ഇത്രയും പേരും ഇത്രയും പരസ്യങ്ങളും ഇത്രയും പ്രോഡക്ട്സും ഇത്രയും കൺസ്യൂമേഴ്സ് ഇരിക്കുകയാണ്. അതുകൊണ്ടായിരിക്കും അവർ ചെയ്യാത്തത്. അല്ലെങ്കിൽ കുറച്ചുകൂടെ ഡിപ്ലോമാറ്റിക് ആയിട്ട് ഈ ഭരണകൂടം ഇടപെടണമായിരുന്നു. ഭരണകൂടം ഈ ഒരു ഹാഷ്ടാഗും എനിക്ക് തോന്നുന്നു പിന്നെ ഇതൊരു കലാപത്തിലേക്ക് ഇനി ഇങ്ങനെ പറഞ്ഞ് കമ്മ്യൂണിക്കേറ്റ് വലിയൊരു സംഭവം ആയിപ്പോവും എന്ന് വിചാരിച്ചും കൂടെ ആയിരിക്കും ഇത് ചെയ്തത്, ബാൻ ചെയ്തത്. പിന്നെ ഈ ഇവിടെ ആയാലും ഇന്ത്യ ആയാലും എനിക്ക് എന്റെ ഒരു അഭിപ്രായത്തിൽ ഇങ്ങനെ ഇത്രയും ഒരു ബാൻ ചെയ്ത് കഴിഞ്ഞാൽ അതിലോട്ട് ഇപ്പം നല്ല രീതിയിൽ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന ആൾക്കാരും നല്ല സമയം സ്പെൻഡ് ചെയ്യുന്ന ആൾക്കാർക്കും ഒരു 26 ആപ്ലിക്കേഷനൊക്കെ ഒത്ത് ബാൻ ചെയ്ത് കഴിഞ്ഞാലേ ഒരു ഡേ ടു ഡേ ലൈഫില് ഒരു ഭയങ്കര രീതിയിലുള്ള ഒരു അവസ്ഥയായിരിക്കും. നമ്മളെന്ത് ചെയ്യും? അതെ, അല്ലെ യൂട്യൂബ് നിർത്തിയാൽ തന്നെ എത്രയോ ആൾക്കാരുടെ ജോലിയാണ് നിന്നോണേ. ഇല്ല, ഇപ്പൊ നമുക്ക് ഒരു പെട്ടെന്ന് ഒരു ശീലമായിട്ട് എന്തെങ്കിലും ഒരു സീരീസ് എന്തെങ്കിലും ബിഞ്ച് വാച്ച് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് തീരുമ്പോ ഒരു അപ്പൊ തന്നെ ഒരു ശൂന്യതയില്ലേ, നാളെ എന്ത് ഒരു ശൂന്യ. അതേപോലെ ഈ യൂട്യൂബും ഫേസ്ബുക്കും വാട്സാപ്പും ഇൻസ്റ്റാഗ്രാമും 26 ആപ്ലിക്കേഷൻ സോഷ്യൽ മീഡിയ അറിഞ്ഞൂടെ എനിക്ക്. അത് മൊത്തം നിർത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മള് വീഡിയോ കോൾ ചെയ്യണമെങ്കിലും അതും ഒരു എന്റർടൈൻമെന്റ് ആണ്. വീഡിയോ കോൾ ചെയ്യണം. വാട്സാപ്പ് എന്ന് പറയുന്ന സാധനം തന്നെ ഇപ്പൊ ബിസിനസിന് എന്തോരം യൂസ് ചെയ്യുന്നുണ്ട് ആൾക്കാർ. ഇപ്പം ഇതല്ല, ഇപ്പം യൂട്യൂബ് പോലെ അല്ല, അല്ലാണ്ട് തന്നെ നമ്മുടെ ബിസിനസ്സിനൊക്കെ എന്തോരം യൂസ്ഫുൾ ആണ് സാധനം. അതെല്ലാം കമ്മ്യൂണിക്കേഷനും അല്ലേ സാധനം. എല്ലാവരുമായിട്ട് കണക്ട്, നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന വാട്സാപ്പ് അല്ലേ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ. പണ്ട് ഇങ്ങനെ ഓർഗനൈസ് ചെയ്ത് ചെയ്തുകൊണ്ടിരുന്ന കുറെ സാധനങ്ങൾ ഇത് വന്നതിന് ശേഷം നമുക്ക് ഭയങ്കര ലിബറൽ. ഇതിനെക്കാട്ടി ഇന്റർനെറ്റ് ബാൻ ചെയ്യണം അല്ലേ? പിന്നെ ചൈനയില് എല്ലാം ബാൻഡ് ആണല്ലോ ഫേസ്ബുക്ക്. അതിന് പകരമായിട്ട് അവരുടെ ഒരു രീതിയിൽ അവർ സാധനം തുടങ്ങിയിട്ട് ഇത് എന്താ പറയാ വർഷങ്ങളോളം ബിൽഡ് ചെയ്ത് വന്ന സാധനം. അതെന്തായാലും അങ്ങനെ തന്നെ നിൽക്കും. അത് പിന്നെ ഇപ്പം രാജ്യത്തിന്റെ ഈ ഇതുണ്ടല്ലോ വലിപ്പം, അതും കൂടെ ഒരു റീസൺ ആണ് ഇങ്ങനെ പ്രക്ഷോഭങ്ങളൊക്കെ ഉണ്ടാവാൻ. ഇപ്പൊ ഇന്ത്യ എന്ന് പറയുന്ന സ്ഥലത്ത് അങ്ങനെ ഒരു സാധനം നടക്കാൻ ഭയങ്കര സാധ്യത കുറവാണ്. അല്ല ഇപ്പൊ ഈ നേപ്പാളിൽ നടക്കുന്ന സാധനം തന്നെ ഇപ്പം ഇങ്ങനത്തെ ഒരു സാധനം കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഈ ഇവർക്ക് പ്രോപ്പർ ഒരു ഭരണം ഉണ്ടാവും. പട്ടാളം ഭരണം ഏറ്റെടുത്തിരിക്കുന്നു എന്ന് പറയുന്നത്. പക്ഷെ
ഇതിപ്പം ഇതിനി എങ്ങനെയാണ് അവര് ഫ്യൂച്ചറിൽ കൊണ്ടുപോകാൻ നിൽക്കുന്നത്. ഇപ്പൊ ഇതിന് ഇതെങ്ങനെയാണ് ഇനി ഇതിനൊരു അന്ത്യം വേണ്ടേ? അതെ അതെ, അതെങ്ങനെയാണ് എന്തോ, കാരണം അവരെല്ലാരും പോയി. ബാക്കിയുള്ള അവര് പറയുന്ന എല്ലാ പൊളിറ്റിക്കൽ ലീഡേഴ്സും ഇതാണ്, കറപ്റ്റഡ് ആണ്. ഇപ്പം മറ്റേ എന്തോന്ന് ഒപ്പോസിഷൻ ആയാലും ഭരിക്കുന്ന പാർട്ടി ആയാലും എല്ലാരും ഇതാണ്. അപ്പം ഇനി പാടി തന്നെ, ഇനി ഏകദേശം ഒരുപാട് ടൈം എടുക്കും അല്ലേ ഇതൊന്ന് സ്റ്റേബിൾ ആയിട്ട് പഴയ പോലെ ആവാൻ. പക്ഷെ ഇവർക്ക് തന്നെ അത് പ്രശ്നമാവും. ഇവർ ഉള്ള റിസോഴ്സസും കൂടെ ഇവരെ തന്നെ ഇങ്ങനെ കത്തിച്ചു കളഞ്ഞാലേ, നശിപ്പിച്ചു കളഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്തോന്നിരിക്കണം നേപ്പാൾ. ഇനിയിപ്പോ എനിക്ക് തോന്നുന്നു ടൂറിസം കുറച്ച് നാണയം കുറച്ച് നാളത്തേക്ക്. കാര്യം ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ ആരും അങ്ങോട്ട് വരൂല. മെയിൻ ആയിട്ട് ഫോറിനേഴ്സ് ആണല്ലോ അവിടെ വരുന്നത്. കാണുമ്പം പ്രത്യേകിച്ച് മറ്റേ പുള്ളിക്കാരെ ഒരു ഇംഗ്ലണ്ടിൽ നിന്നുള്ള ഒരു ബ്ലോഗറിന്റെ വീഡിയോ കാണുമ്പം തോന്നൂല അങ്ങോട്ട്. മറ്റേ ഇതിനിടയ്ക്ക് മറ്റേ തായ്ലൻഡില് യുദ്ധം നടന്നു. ആരെയും വിചാരിക്കും തായ്ലാൻഡ് നോക്കിയപ്പോ റോക്കറ്റ് അടുക്കി വിടുന്നു. നമ്മള് തായ്ലാൻഡ് എന്തോ ഭയങ്കര ഒരു സ്വർഗം മറ്റേ പോവേണ്ട സ്ഥലമാണെന്ന് പറഞ്ഞു നോക്കിയപ്പം ഫുള്ള് മറ്റേ ഇത്. തായ്ലൻഡിന് ഒരു ആർമി ഉണ്ടെന്ന് പോലും എനിക്കറിയാം. അല്ല ആക്ച്വലി നമ്മള് ഭയങ്കര ഫോർച്ചുനേറ്റ് ആണല്ലേ. നമ്മൾ ഭയങ്കര ഫോർച്ചുനേറ്റ് ആണ്. നമ്മൾ ഇന്ത്യയിൽ ജനിച്ചോണ്ട് നല്ല ഫോർച്ചുനേറ്റ് ആണ്. പിന്നെ കുറച്ചും കൂടെ ഫോർച്ചുനേറ്റ് ഇന്ത്യയിൽ കേരളത്തിലും കൂടെ ജനിച്ചോണ്ട്. അതെ കറക്റ്റ് ഈ സൗത്ത് സൈഡ് ഇങ്ങനെ കറക്റ്റ് കേരളത്തിൽ ഒന്ന് ജനിച്ചോണ്ട്. പിന്നെ തിരുവനന്തപുരത്തും കൂടെ ജനിച്ചോണ്ട് കുറച്ചും കൂടെ ഭയങ്കര ഫോർച്ചുനേറ്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അത് സത്യമാണ്. ഇപ്പം എന്തെങ്കിലും ഇങ്ങനെ ഇപ്പം എന്തായാലും ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവണം മിക്കപ്പോഴും ഈ നോർത്ത് സൈഡ് പാകിസ്ഥാൻ, അന്ന് ബോർഡർ ആയിട്ട് ഷെയർ ചെയ്യുന്ന സ്ഥലങ്ങളിലാണ് കൂടുതലും പ്രശ്നങ്ങൾ. അന്ന് നമ്മള് ചെന്നൈയിൽ പോയപ്പോഴാണ് പാകിസ്ഥാന്റെ ആ ഒരു വിഷയം ഉണ്ടായത്. അപ്പൊ തന്നെ സത്യം പറഞ്ഞാൽ സൗത്ത് സൈഡിലായോണ്ടാണ് നമുക്ക് കുറച്ച് ധൈര്യത്തിലെങ്കിലും ഇങ്ങനെ നിന്നത്. ആ സൈഡൊക്കെ ആയിരുന്നെങ്കിൽ എന്റെ ഒരു കൂട്ടുകാരി ഗുജറാത്തിലുണ്ട്. അപ്പോഴേ അവര് മീൻ വാങ്ങിക്കാൻ പാകിസ്ഥാനിലാണ് പോണത്. അങ്ങനെ ഉണ്ട്. മീൻ വാങ്ങിക്കാൻ എന്തോ പാകിസ്ഥാനിൽ നിന്നാണ് മീൻ പറഞ്ഞേ മീൻ. അവർക്ക് പേടിയായിരുന്നു. അവര് പിന്നെ നാട്ടിലൊക്കെ വന്നു. അത് ഭയങ്കര സംഭവം. അന്ന് ആ ഒരു വിഷയം നടന്നപ്പോ നമുക്ക് ന്യൂസിൽ ഫുള്ള് യുദ്ധം നടക്കും, നാളെ ബോംബ് ഇടുന്നതൊക്കെ കാണിക്കുന്നത്. അപ്പൊ നമ്മൾ വിചാരിച്ചു ഓഹോ പെട്ട്. കാര്യം ഈ വണ്ടികളൊക്കെ റദ്ദാക്കി കഴിഞ്ഞാൽ പെടും. കാരണം ഇപ്പൊ യുദ്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാലേ പണ്ടാണെങ്കിൽ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു, യുദ്ധം നടക്കൂലായിരിക്കും, എന്തെങ്കിലും ഇപ്പോഴത്തെ കാലത്ത് അങ്ങനെയൊന്നും ഒരുപാട്. പക്ഷെ ഇപ്പൊ യുദ്ധങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഇസ്രയേല് ഖത്തറിൽ കൊണ്ടുവന്ന് എന്തോ ഇതിട്ട് ചുമ്മാ മറ്റേ വെറുതെ എന്തെങ്കിലും ഒക്കെ ചെയ്യുന്ന അങ്ങനെ ഒരു സംഭവമായി. അതുകൊണ്ട് പേടിക്കേണ്ടതാണ്. അതുകൊണ്ട് നമുക്ക് ഒരു പേടി, ആ ടൈമിൽ ഒരു ചെറിയൊരു പേടി ഉണ്ടായിരുന്നു. ഇനി ഇത് സംഭവം കൊടുത്തു കഴിഞ്ഞാൽ ഒരു അൺസർട്ടനിറ്റി ഉണ്ടല്ലോ, എല്ലാം ഇത് ട്രാൻസ്പോർട്ടേഷൻ ആയിരിക്കും ആദ്യം നിൽക്കണത്. അപ്പോഴിവിടെ അങ്ങ് പെട്ടുപോകൂ. ചെന്നൈയിലെ ചൂടും കൊണ്ട് കാരണം ഭയങ്കര ചൂടാണ്. ഇത് എനിക്ക് അന്ന് നമ്മള് ഒരു ദിവസം ഫുള്ള് ഉറങ്ങാതിരുന്ന ദിവസമാണ് ഈ സംഭവം നടക്കണത്. ഭയങ്കര ചൂടും പിന്നെ വീട്ടിൽ പോവാൻ നല്ല കൊതി. ഏകദേശം നല്ല രീതിയിൽ 7-8 ദിവസം അവിടെ നിന്നില്ലേ, ഏകദേശം വീട്ടിൽ പോകാനുള്ള ഒരു സാധനം അടിച്ച്. അപ്പോഴാണ് ഈ ഒരു സംഭവം കൂടെ വന്നത്. നേപ്പാളിൽ ഏതാണ്ട് 40 മലയാളികൾ എന്തോ പെട്ടുപോയി. ഇവിടെ മലബാർ റീജിയനിൽ നിന്ന് എന്തോ ടൂറായിട്ട് പോയത്. അവിടെ ഇപ്പൊ കർഫ്യൂ ഒക്കെ അല്ലേ, പുറത്തൊക്കെ ഇറങ്ങുന്ന കാര്യം പാട് തന്നെ. പിന്നെ അവിടെ മറ്റേ ഇത് എന്തോന്ന് ജയിലൊക്കെ തുറന്ന് പുറത്തുപോയി, കുറ്റവാളികളൊക്കെ പുറത്തുപോയി. നടക്കണം ചിരിക്കണല്ല, ക്രിമിനൽസ് ഒക്കെ ഇങ്ങനെ നടക്കുക എന്ന് പറയുമ്പോൾ ഒരു സ്ട്രക്ചർ മൊത്തം പോയി. ഇപ്പം പോലീസ് എന്ന് പറയുന്ന സാധനം ഒരു ജസ്റ്റിസ് അല്ലെ, പോലീസിങ് അത് പോയി. ഇപ്പൊ പോലീസിനെ എന്തെങ്കിലും അവരെന്തെങ്കിലും ചെയ്താൽ ഒരു അടി കൊടുക്കുകയെ അടിച്ചു കൊല്ലുകയും ചെയ്യും ഇങ്ങനത്തെ ഉള്ള ആൾക്കാർ. അല്ല ഈ പോലീസിന്റെ ഇത് മറ്റേ ഷീൽഡും അവരുടെ തോക്കൊക്കെ പിടിച്ച് നിൽക്കുന്നതാണ് അവിടുത്തെ ആൾക്കാര്. നിയമം എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, അത് പോയി. റൂൾസ് റെഗുലേഷൻസ് എന്നൊക്കെ പറയുന്ന സാധനം പോയി. അപ്പൊ അത് ഭയങ്കര പ്രശ്നമാണ്. ആ ഒരു സ്ട്രക്ചർ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പൊ ഒരു സൂപ്പർ മാർക്കറ്റ് അവിടെ ഇരിക്കണവര് പേടിക്കാനൊന്നുമില്ല. ഈ പോലീസാ ഒന്നും ഇല്ലെങ്കിലേ
കൊള്ളയടിച്ചോണ്ട് കയ്യിൽ കൊള്ളാൻ കാര്യക്കാരെന്നുള്ള കൊള്ളയടിച്ചോണ്ട് പോവാം, വീട്ടിൽ കയറി എന്തോണോ ചെയ്യാം, അങ്ങനത്തെ പ്രശ്നങ്ങളുണ്ട്. ഇത് എങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അല്ല, ഇന്ത്യക്കും പ്രശ്നമുണ്ട്, കാര്യം ബോർഡർ ഉള്ളതാണ്. അപ്പൊ ഇവിടെ വന്ന ആർമിയൊക്കെ ഉണ്ടല്ലോ, അപ്പൊ പിന്നെ അതുകൊണ്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ വെടിവെച്ച് ഇട്ടോളും. അങ്ങനെയൊന്നും ചെയ്യൂല. അല്ല ഇവിടെ അങ്ങനെ അല്ല, ബോർഡറൊക്കെ കുറച്ചുകൂടെ സുരക്ഷ ശക്തമാക്കി എന്നാണ് കേട്ടത്. ശക്തമാക്കും. പക്ഷെ എനിക്ക് തോന്നുന്നില്ല ഇന്ത്യയിലും അങ്ങനെ ഇങ്ങനെ ഇൻഫിൽട്രേഷൻ ഒന്നും നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നേപ്പാൾ ഇത്തിരി നല്ല സംഭവമായിട്ട് വന്നുകൊണ്ടിരുന്നേ നമുക്ക് ഇടയിലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര പ്രശ്നക്കാരല്ലാത്ത ആൾക്കാർ. നേപ്പാളം നേകം ആദ്യമേ മറ്റേ ദലൈലാമയാണ് ഓർമ്മ, ദലൈലാമ, പിന്നെ യോധ. പക്ഷെ അവിടുത്തെ ആൾക്കാരൊക്കെ നൈസാണ് കേട്ടോ. ഇങ്ങനെ ഇപ്പോഴാണ് ഇങ്ങനെ നീ വിചാരിച്ചില്ലല്ലേ ഇങ്ങനെ നടക്കുമെന്ന്. പക്ഷെ ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടുള്ള ആൾക്കാരായിരുന്നു ഞാൻ പോയ സമയത്തൊക്കെ. കുറച്ച് രസം എന്താണ് ഇങ്ങനെ നമുക്ക് ശാന്തമായിട്ടുള്ള ആൾക്കാരായിരുന്നു. സിറ്റി ഏരിയകളിലാണ് ഈ പ്രശ്നം ഫുള്ള് നടക്കുന്നത്. എനിക്ക് തോന്നുന്നു മറ്റേ ഈ കുറച്ച് ഉള്ളിലോട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ ഇപ്പോഴും കുറച്ച് വലിയ പ്രശ്നം കാണൂല. അല്ല എനിക്ക് ഈ എന്തോ അവിടെ 3 മില്യൺ എത്രയും കണ്ടാണ് അവിടുത്തെ പോപ്പുലേഷൻ. അതില് 75% ആൾക്കാർ ഈ കാഠ്മണ്ഡു അങ്ങനത്തെ മെയിൻ സിറ്റികളാണ്, കാഠ്മണ്ഡു അവിടെയാണ് ജീവിക്കുന്നത്. അപ്പം എന്തായാലും അവിടെയാണ് മെയിൻ ആയിട്ട് സംഭവം നടക്കുന്നത്. ബാക്കിയുള്ള സ്ഥലങ്ങളൊക്കെ പീസായിരിക്കും. കുറച്ച് ഇതൊക്കെ ഒന്ന് അടങ്ങുമ്പോഴത്തേക്കും ആ ടൂറിസം തിരിച്ചു കയറി വരണം. ശരിയാവുമെന്ന് തോന്നുന്നു. അല്ല പൊതുവേ ഇങ്ങനെ ഈ ജെൻസി പിള്ളേരെന്ന് പറയണതിന് ഇവിടെയൊക്കെ കണ്ടുകൊണ്ടിരുന്നത്, ഇവിടെ എല്ലായിടത്തും കണ്ടുകൊണ്ടിരുന്നത് മറ്റേ ഒന്നിനും റെസ്പോൺസ് ചെയ്യാത്ത, എപ്പോഴും മൊബൈലും നോയിക്കൊണ്ടിരിക്കണ ഇങ്ങനത്തെ ഒരു രീതിയിലാണ് എപ്പോഴും കണ്ടുകൊണ്ടിരുന്നത്. പക്ഷെ അവര് പുറത്തിറങ്ങിയപ്പം കലിപ്പായിപ്പോയി, കലിപ്പന്മാരായിപ്പോയി. അല്ല ഇവിടെ ജെൻസിക്ക് മറ്റേ എന്താണ് വയലൻസിന് ഒരു ഇതുണ്ട്. ഇടയ്ക്ക് വെച്ച് കുറച്ച് ഇഷ്യൂസ് ഒക്കെ വന്നപ്പോ അത് സത്യം പറഞ്ഞ എല്ലാരും കൂടെ തലയ്ക്ക് ഇട്ട് കൊടുത്താണ്. ഈ മിലീനിയൽസ് എന്ന് പറയണവന്മാരും മോശം. നമ്മള് അതില് ആ ഒരു വാർത്ത ഇത് വന്നപ്പം മറ്റേ ഒരു സ്ട്രീക്ക് പോലെ എല്ലായിടത്തും ജെൻസിയുടെ തലയിൽ ഇട്ട് വെച്ച് കൊടുത്തു. അതെ അതെ, അന്നെന്ന് പറഞ്ഞാൽ എനിക്ക് ന്യൂസുകാർ തന്നെയായിരുന്നു അന്നത്തെ മെയിൻ സാധനം. അവര് എല്ലാം ഇങ്ങനെ ഇപ്പോഴത്തെ തലമുറയ്ക്ക് എന്ത് പറ്റി അവര് പൊടിയടിച്ച് അത് കുറെയൊക്കെ സത്യമുണ്ട് ആ ഒരു സാധനത്തിൽ. ഈ മയക്കുമരുന്നിന്റെ സംഭവങ്ങളില്ലേ ഇത് ഉണ്ട് കേട്ടോ. സ്കൂളുകളിലൊക്കെ സുലഭമായിട്ട് ലഭിക്കുന്നു എന്നാണ് കിട്ടിയ അറിവുകൾ. ഇപ്പോഴും എന്റെ ഒരു പരിചയത്തിലുള്ള ഒരാൾ പറഞ്ഞു അവരുടെ സ്കൂളിലൊക്കെ സപ്ലൈ ചെയ്യണ ആള് പോലീസ് പിടിക്കുക കേട്ടാ. സ്കൂളുകളിലൊക്കെ ഇങ്ങനെ ഇതുണ്ടെന്ന് പറഞ്ഞാ സീരിയസ്ലി. സ്കൂളുകളില് കോളേജുകളില് ഈ എന്ന് വെച്ചാൽ ഇങ്ങനത്തെ ഈ സിന്തറ്റിക് ആയ സാധനങ്ങള് MDMA അതേപോലത്തെ ഒരു സാധനങ്ങളൊക്കെ ഇപ്പോഴത്തെ ആൾക്കാര് ഇപ്പൊ ഭയങ്കര നോർമലൈസ് ആയിട്ട് ഉപയോഗിക്കുന്നു. അറിഞ്ഞത് ഇങ്ങനെ ഭയങ്കരമായിട്ട് കുറഞ്ഞു. നല്ല പോലീസിംഗ് ഒക്കെ ഭയങ്കര സ്ട്രിക്റ്റ് ആണ്. ഇതുകൊണ്ട് ആ സമയത്തൊക്കെ പോലീസൊക്കെ ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു. എപ്പോഴും ന്യൂസിൽ എപ്പോഴും പിടിച്ചുകൊണ്ടിരിക്കുന്നത്. അതന്നെ, അതാ ന്യൂസിൽ വരുന്ന സമയത്ത് ആ ഒരു ഹൈപ്പിൽ പോലീസ് സ്ട്രിക്റ്റ് ആവുന്നതാണ്. പിന്നെ അതായല്ലോ ഈ AI ക്യാമറയൊക്കെ വന്നപ്പോ എന്തായിരുന്നു ബഹളം. ഇപ്പൊ അങ്ങനെയൊന്നും ഇല്ലല്ലോ. ഇല്ല, പക്ഷെ കുറഞ്ഞെന്നാണ് ഇപ്പൊ കേക്കണത്. പറഞ്ഞ ആരും പോവരുത്. അല്ല എനിക്ക് തോന്നിയതാണ് കുറച്ചുകൂടെ ആൾക്കാർ ഈ ഹെൽമെറ്റ് ഒക്കെ നന്നായിട്ട് വെക്കുന്നുണ്ട്. പണ്ടത്തെ പോലെയൊന്നുമല്ല. ആൾക്കാർ കുറച്ചും കൂടെ ഇതാണ്, ഹെൽമെറ്റ് വെക്കണം, സീറ്റ് ബെൽറ്റ് ഇട്ടില്ലെങ്കിൽ പെറ്റി വരും. അതുകൊണ്ട് ഒരുപാട് അതന്നെ ആൾക്കാർ അതുമായിട്ടൊന്നും എനിക്കൊന്ന് അഡാപ്റ്റ് ആയി. ഈ ഒരു സാധനം വന്നപ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് അഡാപ്റ്റ് ആയി. ഈ 2 വീലേഴ്സിലുള്ള എല്ലാവരും ഇപ്പൊ ബാക്കിലിരിക്കുന്നവർ ഹെൽമെറ്റ് വെച്ചുകൊണ്ട് ഇപ്പൊ പോണെന്ന് പറയുന്നത് അത് ഭയങ്കര ഒരു മിറാക്കിൾ തന്നെ. കാര്യം ബാക്കിലിരിക്കുന്നവർ വയ്ക്കൂലേ, അവർക്ക് അതിന്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് നടന്നത്. അവരെ കൊണ്ട് വയ്പ്പിച്ചെങ്കിൽ അത് വലിയൊരു സംഭവം കൊടുക്കേണ്ട സാധനമാണ്. പിന്നെ ഇപ്പൊ നടക്കുന്ന ഇഷ്യൂ എന്ന് പറഞ്ഞാൽ മറ്റേ ഈ ഹൈവേ വന്നപ്പോഴത്തേക്കും അതിനൊരു ഈ റോഡ് സേഫ്റ്റിയുടെ സംഭവം ആൾക്കാർക്ക് അറിഞ്ഞൂടാന്നുള്ള ഇപ്പം 1 വേ ആണ്. ഇങ്ങനെ ഇത് നേരെ അങ്ങനെ കേറാൻ പറ്റുള്ളൂ. പക്ഷെ ഇവര് കൊണ്ടുപോയി ഇടയ്ക്കൂടെ വന്ന് വളഞ്ഞു കയറുക, പിന്നെ ആൾക്കാർ ക്രോസ് ചെയ്യുന്നത്. അത് പ്രോപ്പറായിട്ട് എനിക്കൊന്ന് ഹൈവേ വന്നതിന് ശേഷം അവര് പ്രോപ്പർ എഡ്യൂക്കേഷൻ എഡ്യൂക്കേഷനെക്കാളും നല്ലത് ഇതാണ്, ഫൈൻ ആണല്ലേ. ഭയങ്കരമായിട്ട് ഫൈൻ കൊടുക്കണം, അല്ലാതെ ഇത് ശരിയാവൂല. കാരണം ഭയങ്കര ഹൈ സ്പീഡ് ആയിട്ടുള്ള ഒരു സാധനത്തില് ക്രോസ് ചെയ്യുന്നൊക്കെ പറഞ്ഞ് ഇതിനേക്കാൾ ഡേഞ്ചർ ആയിട്ടുള്ള ഒരു സംഭവം ഇല്ല. നമ്മള് ലുലു പോണ സ്ഥലത്തില്ലേ, അവിടെ ഇങ്ങനെ ക്രോസ് ചെയ്ത് പോണവരുണ്ട്.
നമുക്ക് അറിഞ്ഞൂടല്ലോ, നമ്മളിങ്ങനെ വിട്ടുപോകാൻ പെട്ടെന്ന് ചാടിക്കളയും, അങ്ങനത്തെ ഒരു സാധനം. പിന്നെ ലെയിൻ കീപ്പ് ചെയ്യാതെ പോകും, വല സൈഡിൽ ചെറിയ ബൈക്കും ഓട്ടോ ഒക്കെ വല സൈഡിൽ പോണ്, സ്പീഡ് കുറച്ച് പോണ്, അങ്ങനത്തെ എന്തുമാത്രം പ്രശ്നങ്ങള്. അത് ഭയങ്കര, ഇത്രയും സാധനങ്ങൾ, ഇത്രയും റിസോഴ്സസ്, ഇത്രയും ഗവൺമെന്റ് ഇതിനു വേണ്ടി നല്ല രീതിയിൽ കൊടുക്കുമ്പം നമ്മളെ ഭാഗത്ത് നിന്ന് റെസ്പോൺസിബിലിറ്റി കുറവാണ്. ഈ ജേ വാക്കിംഗ് എന്നുള്ള സാധനം ഉണ്ടല്ലോ, ഈ ഇങ്ങനെ ക്രോസ് ചെയ്യുക, സീബ്ര ക്രോസിംഗ് അല്ലാത്തൊരു, അത് ഒരു ഇത് എന്തെങ്കിലും ചെയ്യണം. കാര്യം ബാക്കി എല്ലാരും മര്യാദക്ക് പോയാലും ഈ ആൾക്കാരുടെ ക്രോസിങ് ആ സാധനമൊക്കെ എങ്ങനെ ഫൈൻ അടപ്പിക്കാനും പറ്റൂല. രാത്രിയിൽ ക്രോസ് ചെയ്യുന്നത് ഭയങ്കര ഡേഞ്ചർ ആയിട്ടുള്ള സാധനമാണ്. അല്ല, അത് സംഭവം എനിക്ക് ഈ അടുത്തിടയ്ക്ക് 1-2 തവണ ഇങ്ങനെ അടുത്തൂടെ ഇങ്ങനെ തട്ടിയില്ല എന്നുള്ള രീതിയിലൊക്കെ പോയ ഇഷ്യൂസ് വന്നു. അപ്പോഴാണ് ഞാൻ ആലോചിച്ചത്. എന്നുവെച്ചാൽ ചിലവർ കറുത്ത ഉടുപ്പൊക്കെ ആയിരിക്കും ഇടുന്നത്, എന്നിട്ട് രാത്രിയിൽ ഇറങ്ങി അങ്ങ് ചുമ്മാ ക്രോസ് ചെയ്യും, അല്ലെങ്കിൽ ഒരു ഫ്ലാഷ് ലൈറ്റ് എങ്കിലും പിടിച്ച് ഇങ്ങനെ കാണിക്കണ്ടേ. ഇതും ചുമ്മാ പോകുമ്പോ അടുത്തെത്തുമ്പോഴായിരിക്കും കാണുന്നത്. സ്ട്രീറ്റ് ലൈറ്റ് ഒന്നും എല്ലായിടത്തും കാണുമല്ലോ. അപ്പൊ അത് നടക്കുന്നവർ ശ്രദ്ധിക്കുക. അതെ, നടക്കുന്നവർ, ബൈക്കിൽ പോകുന്നവർ, പിന്നെ കാറിൽ പോകുന്നവർ എല്ലാരും ഒന്ന് ശ്രദ്ധിക്കുക. കാരണം ബൈക്കാണെങ്കിൽ പിന്നെ നമുക്ക് വേറെ, കാറാണെങ്കിൽ പിന്നെയും ഒരു 4 വീലുണ്ടെന്നെങ്കിലും പറയാം. ബൈക്കാണെങ്കിൽ ഒരു ചെറിയൊരു സാധനം മതി വീഴാനും, നമ്മൾക്ക് വാക്കെല്ലാം എന്തെങ്കിലും കിട്ടിയ ഇതാവാനും. അത് ഇപ്പം പെട്ടെന്നൊരു പട്ടി ക്രോസ് ചെയ്താൽ തന്നെ അപകടമുള്ള ഒരു സാധനം, തട്ടിയ വീണ. അതിലും സ്പീഡായിട്ട് പോകുന്നവരും ഇപ്പം യങ്ങായിട്ടുള്ള ആൾക്കാരുണ്ടല്ലോ, ഭയങ്കര ഒട്ടും നോക്കാതെ ഇങ്ങനെ പോകണം. അത് അവര് സത്യം പറഞ്ഞ സ്കില്ല് കൊണ്ട് മാത്രമല്ല, അവര് ഭാഗ്യം കൊണ്ടാണ് ജീവിച്ചിരിക്കുന്നതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അല്ല, ചിലപ്പോ അവര് സ്കില്ല് ഉണ്ടായിരിക്കും, പക്ഷെ എന്നാലും ഓപ്പോസിറ്റ് വരുന്ന ആള് കുറച്ച് ഓപ്പോസിറ്റ് പറഞ്ഞവരും ഇതേപോലെ മറ്റേ വലിയ സ്പീഡിൽ ഇതേപോലെ പറഞ്ഞെങ്കിൽ ഇടിക്കും. ഓപ്പോസിറ്റ് പറഞ്ഞ മര്യാദക്ക് പോണോണ്ടാണ് ഇപ്പോഴും അങ്ങനത്തെ ഉള്ള ആൾക്കാര് വലിയ അപകടമില്ലാതെ പൊക്കോണ്ടിരിക്കുന്നു. ഓപ്പോസിറ്റ് ഇപ്പൊ മറ്റേ താറെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇപ്പൊ ഭയങ്കര താർ ഓക്സിലാണെന്ന് തോന്നുന്നു 2 ആക്സിഡന്റ് ഇവിടെ. ഒന്ന് തിരുവനന്തപുരത്തും ഒന്ന് ഓച്ചിറെന്തോ, ഇത്ര 4 പേരെന്തോ എല്ലാം കൂടെ മരിച്ചു. താറെന്ന് പറയുമ്പോൾ അത് സ്പീഡിൽ പോയാൽ അത്രയും സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു വണ്ടിയല്ല. 120-140 പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അത്ര അങ്ങനെ നമ്മളെ കയ്യിലൊന്നും നിൽക്കൂല, ഭയങ്കര അൺസ്റ്റേബിൾ ആണ്. ഒരു 100 ആ ഒരു സാധനത്തില്. താറ് നല്ല പവർഫുൾ ആയിട്ടുള്ള വണ്ടിയും കൂടെ ആയതുകൊണ്ട് അവര് നല്ല സ്പീഡിൽ പോയി. അങ്ങനെ ഒരു കഴക്കൂട്ടത്തുള്ളത് ഡിവൈഡറിൽ ഫുള്ള് ഇല്ലാന്നായി പോയി. താറൊക്കെ ഇങ്ങനെ കിടക്കുന്ന ആദ്യമായിട്ടാണ്. പിന്നെ താറ് വെക്കുമ്പോ നമുക്കൊരു ഇതാണ് കോൺഫിഡൻസ്, ഇടിച്ചാലും ഒന്നും പറ്റൂല, നല്ല ബിൽറ്റ് ആണ്, നല്ല പൊക്കമുണ്ട്, അങ്ങനത്തെ ഒരു കോൺഫിഡൻസും ഉണ്ട്. അതിലൊന്നും വലിയ കാര്യമൊന്നുമില്ല. ഇപ്പൊ ഒരു 100 കിലോമീറ്ററിൽ പോയി ഇടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഏത് വണ്ടി ആയാലും ഭയങ്കര ഒരു ഡാമേജ് വരും. അല്ല, ഇപ്പൊ നമ്മുടെ ഗവൺമെന്റ് ഈ 4 ലൈൻ 6 ലൈൻ ഒക്കെ തന്നാലും നമ്മളൊരു പ്രോപ്പർ ട്രാഫിക് ഇതൊന്നും യൂസ് ചെയ്തില്ലെങ്കിൽ കാര്യമില്ല. അത് പിന്നെ ബൈക്കിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഇത്രയും മറ്റേ ഭയങ്കര വലിയ എക്സ്പ്രസ് ഇതിലൊക്കെ ബൈക്ക് കേറ്റൂലെന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. പക്ഷെ അതില് ഒരുപാട് പേര് ബൈക്ക് എന്താ ടാക്സ് അല്ലേ കൊടുക്കുന്നത്, പക്ഷെ ബൈക്ക് കയറ്റി കഴിഞ്ഞാൽ അതിന്റെ ഒരു ഇത് പോകും. ബൈക്കിന് ഭയങ്കര അത്രയും ഡേഞ്ചറാണ്, അത്രയും സ്പീഡിലും അതുവഴി ഓടിക്കുന്നവർക്കാണ് ഡേഞ്ചർ ആ ബൈക്കില്. ഞാൻ ലുലുവില് ഇടയ്ക്ക് ബൈക്കിലൊക്കെ പോകുമ്പോഴേ എനിക്ക് ആ ഒരു സ്പീഡ് മെയിൻ റോഡിൽ കയറൂല. ഞാൻ സർവീസ് റോഡ് വഴിയാണ് പോണത്. ഞാൻ പതുക്കെയും കൂടെ ആയതുകൊണ്ട് പോണോണ്ട്, നമുക്ക് ബുള്ളറ്റിൽ പതുക്കെ പോണോണ്ട് ഇതൊരു എനിക്ക് പേടിയാണ്. ബാക്കിൽ നിന്ന് എന്തൊക്കെ വണ്ടി വരും, സ്പീഡിലല്ലേ വരണ. അല്ല, അത് ശരി. അത് ഈ പതുക്കെ പോകുന്നവര് അതില് സർവീസ് റോഡിൽ കൂടെ പോണേണ് നല്ലത്. കാര്യം മറ്റൊരു പാഞ്ഞങ്ങ് പോകുമ്പോഴേ, പക്ഷെ ബാക്കിൽ ഇപ്പൊ ഫ്രണ്ടിൽ പറഞ്ഞാണെങ്കിൽ പിന്നെയും കുഴപ്പമില്ല, നമുക്ക് കാണാനെങ്കിലും ഒരു ഇതുണ്ട്. ബാക്കിൽ പറഞ്ഞ എന്താണ് ഏതാണ് എത്ര സ്പീഡിലാണ് ഒന്നും അറിയാൻ പറ്റൂലല്ലോ. എനിക്ക് പേടിയാണ്. ഇവൻ പോണ കണ്ടിട്ടുണ്ട്. ശ്രീകാര്യത്തൊക്കെ ഞാൻ നിൽക്കുമ്പോ വാണം വിട്ടുപോലെ പോകും. നിങ്ങൾ ഈ 20-ൽ പോകുമ്പോ ഞാൻ 40-ൽ പോകുമ്പോ ഇല്ല 40-ൽ പോണല്ലേ. ഞാൻ അവിടെ നിന്നപ്പോ വെളിയിറങ്ങി, ഞാനും അമലും കൂടെ വെളിയിറങ്ങി അവിടെ നിന്നപ്പോ നമ്മ പോവും, വെച്ചു വിടും. പിന്നെ ഉല്ലാസ് ഇപ്പം ഡ്രൈവിംഗ് കൂടെ പഠിച്ചോണ്ടേ, കാർ ഡ്രൈവിംഗ് കൂടെ പഠിച്ചുകൊണ്ട്
ഇത്തിരി കുറച്ച് കുഴപ്പം കൂടുതലാണ്. മറ്റേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പോഴും നമ്മൾ ശ്രീകാന്ത് ഡ്രൈവ് ചെയ്തപ്പം മറ്റേ ബമ്പിൽ കയറിയപ്പം നിങ്ങൾ ബമ്പെത്തുമ്പോഴ് സ്ലോ ചെയ്യൂലേ, അന്നിന്റെ പഠിപ്പിച്ചു കൊടുക്കണം. ബമ്പെത്തുമ്പോ ചവിട്ടിക്കൂടെ, ഇപ്പഴേ അങ്ങനെ കയറിയുള്ളൂ, ബമ്പെത്തുമ്പം ചവിട്ടിക്കൂടെ. എന്നിട്ട് ഞാൻ ഇവന്റെ കൂടെയാണ് വീട്ടിൽ പോയത് ബൈക്കിൽ. പോകിയപ്പോ ചാടിയാണ് പോയത്. എന്നിട്ട് ഇങ്ങനെ ചോദിച്ചപ്പോ അത് ബൈക്കല്ലേ, കുഴപ്പമില്ല. അല്ല, സംഭവം പണ്ട് ഇവരെ എന്തെങ്കിലും വണ്ടി ഓടിക്കുമ്പോ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നിനക്ക് ഓടിക്കാൻ അറിഞ്ഞൂടല്ലോ, മിണ്ടാതിരിന്ന് പറഞ്ഞു. അങ്ങനെയല്ലല്ലോ, ഞാൻ പഠിച്ചപ്പോ എനിക്ക് പറയാനുള്ള വോയിസ് ഉണ്ട്. പഠിച്ചപ്പോഴാണ് ഈ അബദ്ധം ഇവരുടെ കുറ്റങ്ങളെല്ലാം മനസ്സിലായത്. അപ്പൊ നമ്മളിതിപ്പോ എങ്ങനെയാണ് എന്റെ ഡ്രൈവിംഗ് എത്തി, എവിടെ നിന്ന് തുടങ്ങിയതാണ്? കാട് കയറി പോയി. അതെ അതെ അതെ, നേപ്പാള് വഴി ഏതൊക്കെയോ സ്ഥലത്ത് പോയി. നേപ്പാളിന്റെ ഭാവി എന്താവും? നേപ്പാളിനി ഇപ്പൊ ഇവര് എന്തായാലും ഭരണമൊക്കെ എല്ലാം വിട്ട് അവര് ഇനിയിപ്പോ പുതിയ ഭരണം നമ്മൾ ഏറ്റെടുക്കേണ്ടി വരും. അങ്ങനെ സാധ്യത ഉണ്ട് കേട്ടോ. ചിലപ്പം ഇന്ത്യ ഏറ്റെടുക്കുന്നതല്ല, ഇന്ത്യക്ക് ഒരു സപ്പോർട്ട് കൊടുക്കാമല്ലോ. സപ്പോർട്ട് ഇന്ത്യ ഏറ്റെടുത്താൽ നല്ല. എന്ത് സുപ്രീം കോർട്ട് ഗവൺമെന്റിന്റെ അടുത്തൊക്കെ ചോദിച്ചു, കേന്ദ്ര ഗവൺമെന്റിന്റെ അടുത്ത് ചോദിച്ചു, ഇത് ഇവരുടെ ഈ പ്രശ്നങ്ങളൊക്കെ കാണുന്നുണ്ടല്ലോ എന്നൊരു സംഭവം. അതായത് വേണമെങ്കിൽ ഇവിടെയും പ്രശ്നങ്ങൾ ഉണ്ടാവാം, അത് കൺട്രോൾ ചെയ്യുക. അങ്ങനെയാണോ എന്ന് അറിഞ്ഞു, ഇവിടെ ചിലപ്പോ സഹായിക്കാനായിരിക്കും ഉദ്ദേശിച്ചത്. പക്ഷെ എല്ലാ ഗവൺമെന്റിനും ഇതൊരു പാഠമാണ്. എല്ലാ രാജ്യത്തുള്ള ഈ എന്നും ഇങ്ങനെ ഇവര് പറയുന്നത് കേട്ട് അല്ല, ഈ യൂത്ത് എന്ന് പറയുന്ന സാധനം അത് ഭയങ്കര ഒരു പവറാണ്, ഭയങ്കര ഒരു സോഴ്സ് ഓഫ് പവർ ആണ്. അതിന് അവർ അൺഎംപ്ലോയിഡ് ഒക്കെ ഇങ്ങനെയൊക്കെ ആയിപ്പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് പ്രതികരണം ഉണ്ടാവും. അത് എല്ലാ രാജ്യത്തിനും ഒരു പാഠമാണ്. അപ്പൊ എന്താവും എന്നുള്ളത് ഇനിയിപ്പോ വരും ദിവസങ്ങളിൽ അറിയാല്ലേ. അവിടുത്തെ ചിലപ്പോ പട്ടാളമൊക്കെ ഏറ്റെടുക്കുമായിരിക്കും, പുതിയൊരു ഭരണം, പുതിയ പാർട്ടി വല്ലതും രൂപീകരിച്ച് അങ്ങനെ വല്ലതും ഒക്കെ വരുമായിരിക്കും. എന്നാലും അടുത്തൊന്നും ആയിരിക്കില്ല, ഫുള്ള് പട്ടാളമായിരിക്കും കുറച്ച് നാള്. കാരണം ഒരു പാർലമെന്റ് ഒക്കെ കത്തിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവരെവിടെ പോയിരിക്കും. അപ്പൊ എന്തായാലും നമുക്ക് നോക്കാം അല്ലേ, വരും ദിവസങ്ങളിൽ അറിയാം എന്റെ പുതിയ അപ്ഡേറ്റ്. അപ്പൊ നിങ്ങൾക്ക് ഇതിനെ പറ്റിയിട്ട് എന്താണ് തോന്നിയെന്നുള്ളത് കമന്റിൽ അറിയിക്കുക. നിങ്ങൾ ജെൻസിയുടെ കൂടെയാണോ അതോ മറ്റേ ട്രഡീഷണലിസ്റ്റിന്റെ കൂടെയാണോ എന്നുള്ളത് പറയാം. പിന്നെ ഇവിടുത്തെ ഭരണാധികാരികൾ ഇതൊക്കെ ശ്രദ്ധിക്കുക, ഈ സോഷ്യൽ മീഡിയയിൽ നിന്ന് ഒത്ത് ബാൻ ചെയ്യാതിരിക്കുക. അല്ല, അതല്ല, മറ്റേ ഈ തൊഴിലവസരങ്ങൾ എല്ലാവർക്കും അഴിമതി കുറയ്ക്കുക, അതാണ് മെയിൻ സാധനം. അപ്പൊ നിങ്ങൾക്ക് ഇതിലുള്ള അഭിപ്രായം എന്താണ് അല്ലേ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? നമ്മള് പറഞ്ഞതിൽ എന്തെങ്കിലും വിയോജിപ്പുകൾ ഉണ്ടോ? എന്തെങ്കിലും ആഡ് ചെയ്യാനൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റിൽ ആഡ് ചെയ്യുക. ഇത്രയും പറഞ്ഞുകൊണ്ട് എൻഡ് ചെയ്തല്ല, അടുത്തൊരു പോഡ്കാസ്റ്റ് കാണുമ്പോഴേക്കും ബൈ.